അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കാണിക്കുന്ന ഈ അവതാരങ്ങൾ പാടി പുകഴ്ത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആരാണ് കേമൻ എന്നൊക്കെ ആരെ ബോധ്യപ്പെടുത്താനാണ് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. കോൺഗ്രസിന്റെ ഒരു രീതി വെച്ചിട്ട് മത്സരിക്കാത്ത ആൾ മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് നേരത്തെയും പരിപാടിയുണ്ട്. ഇപ്പോൾ തന്നെ ഏതാണ്ട് കോൺഗ്രസിന്റെ ഈ മുഖ്യമന്ത്രി സംബന്ധമായ തർക്കങ്ങൾ വലിയ രീതിയിൽ തന്നെ നാട്ടുകാർക്കിടയിൽ വലിയ അപവാദിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു സംശയമില്ല. തങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാരെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് 3 ഗ്രൂപ്പുകളും ഇവിടെ അഹോരാത്രം മെനക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നമസ്കാരം സാർ. ഈ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി ചർച്ചകളും തർക്കങ്ങളൊക്കെ നമ്മൾ തന്നെ ഒരുപാട് പറഞ്ഞു പഴകിയൊരു വിഷയമാണ്. ഇടയ്ക്കൊന്ന് ഒതുങ്ങി എന്നൊരു തോന്നലുണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് പോയിരിക്കുകയാണ്. നേതാക്കന്മാർക്ക് വേണ്ടി വേറൊരു രീതിയിലാണ് ഇപ്പോൾ ക്യാമ്പയിൻ. KC വേണുഗോപാലിന് വേണ്ടി ഒരു പാട്ട് ഇറങ്ങുന്നു, ചെന്നിത്തലയ്ക്ക് വേണ്ടി ഡോക്യുമെൻ്ററി, അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി പുതിയ തരത്തിൽ ക്യാമ്പയിനുകൾ വരികയാണ്. പോര് മുറുകും എന്ന് തന്നെയാണ് സൂചന. ഇതൊക്കെ കോൺഗ്രസിന് ഇതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ? പറയുന്നവർക്ക് നാണോ ഇല്ലെങ്കിലും കേൾക്കുന്നവർക്ക് നാണം വേണമല്ലോ. അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് എക്കാലത്തും ഇങ്ങനെയുള്ള കുറേ അഭ്യാസങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. നേരത്തെ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഉണ്ടായിട്ടെന്ന് പറയുമ്പോൾ പാട്ടുണ്ടാക്കിയിട്ടില്ല, അതുപോലെ ജീവിതത്തിൽ ഡോക്യുമെൻ്ററി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. തർക്കങ്ങളുണ്ടായിട്ടുണ്ട്, നേരത്തെയും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അക്കാലത്തെ തർക്കങ്ങളൊക്കെ നമ്മൾ പലതവണ പറഞ്ഞാണ് ആരോഗ്യകരമായിരുന്നു. AK ആൻ്റണിയും K കരുണാകരനും സജീവമായിരുന്ന കാലത്ത് അവർ തമ്മിൽ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിലൊക്കെ കൃത്യമായി ഇടപെടുകയും ദേശീയ നേതൃത്വം കൃത്യമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്നു. കാരണം അന്ന് കേന്ദ്രത്തിൽ ഭരണമുള്ള സമയമാണ്. അപ്പോൾ ഇവിടെ ഒരാൾ മുഖ്യമന്ത്രി ആകുമ്പോൾ മറ്റൊരാളെ ഇവിടുന്ന് കൊണ്ടുപോകും കേന്ദ്രമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ ആന്റണിയൊക്കെ കേന്ദ്രമന്ത്രിയും പിന്നീട് കേരളത്തിൽ മുഖ്യമന്ത്രിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞൊക്കെ വന്നിരുന്നത്. ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, പിടിച്ച് ഗവർണറാക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നും പറ്റാത്തൊരു സ്ഥിതി ആയതുകൊണ്ട് കേന്ദ്രത്തിലും ഇല്ല, ഗവർണറാക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ഇവിടെ ഉള്ള അടി അത് സ്പോർട്സ് സ്പിരിറ്റോട് കൂടി കണ്ട് ആനന്ദിക്കുക എന്ന് മാത്രമേ AICCക്ക് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതിലൊരു ശക്തമായൊരു നിലപാട് AICC ഇതുവരെ എടുത്തിട്ടില്ല. ചെന്നിത്തലയുടെ പേരിലാണ് പുസ്തകം വരുന്നത്. അതുപോലെ തന്നെ നിയമസഭയിലെ പ്രസംഗങ്ങളുടെ ഒരു വലിയ ഒരു ഡോക്യുമെന്റേഷനാണ് നമ്മുടെ VD സതീശനെ കുറിച്ച് വരാൻ പോകുന്നത്. KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പേരിൽ ഡോക്യുമെൻ്റാണ്. കാരണം അദ്ദേഹം പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം അറിയപ്പെടുന്ന വോളിബോൾ താരമായിരുന്നു. ഇന്റർ കോളേജ് കളിയൊക്കെ ഒരുപാട് പ്രൈസൊക്കെ മേടിച്ചിട്ടുള്ള വലിയ കളിക്കാരനായിരുന്നു. ആ കളിയിൽ നിന്നാണ് പിന്നെ നല്ല കളി KSUവിലേക്ക് വരുന്നു. KSU എന്ന് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാകുന്നു. പിന്നീട് കളിയുടെ പരിസമാപ്തി ആയിരുന്നല്ലോ. ഇപ്പോൾ AICC വർക്കിംഗ് ഈ ജനറൽ സെക്രട്ടറി, സംഘടനാ സംവിധാനമൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന, അതുപോലെ തന്നെ ഹൈക്കമാൻഡ് ഏറ്റവും വിശ്വസ്തനായ AICC ജനറൽ സെക്രട്ടറിയൊക്കെ ആയി മാറിയത് ഈ കളിയുടെ ഏറ്റവും വലിയ കളികളിലൂടെയാണ്. ഈ സംഭവങ്ങൾ മൊത്തം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഡോക്യുമെൻ്ററി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് വരുന്നത്. അപ്പം ഈ 3 പേരും അവരുടെ അവതാരങ്ങൾ പാടി നാട്ടുകാരെ മൊത്തം കേൾപ്പിക്കാനും ആരാണ് ഇനി ഇതിൽ ഏറ്റവും കേമൻ എന്ന് ജനങ്ങൾ തീരുമാനിക്കാനൊക്കെയുള്ള ഒരു ചാൻസാണ് ഇവർ കൊടുക്കാൻ വന്നത്. പക്ഷേ ഇത് നേരത്തെ കൊടുക്കണമായിരുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പിന് മുന്നേ കൊടുക്കണമായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ കാണിക്കുന്ന ഈ അവതാരങ്ങൾ പാടി പുകഴ്ത്തുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്, ആരാണ് കേമൻ എന്നൊക്കെ ആരെ ബോധ്യപ്പെടുത്താനാണ് എന്നുള്ളതാണ് മനസ്സിലാവാത്തത്. കാരണം ഇത് ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത് ജനങ്ങളെ ആയിരുന്നു, അല്ലെങ്കിൽ വോട്ടർമാരെ ആയിരുന്നു, കോൺഗ്രസ് അനുഭാവികളെയൊക്കെ ആയിരുന്നു. അതൊക്കെ കാലം കഴിഞ്ഞല്ലോ. വോട്ടൊക്കെ പെട്ടിയിലായി. ഇനിയിപ്പോൾ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ വോട്ടെണ്ണാനും ആരാണ് വിജയിച്ചതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു രീതി വെച്ചിട്ട് മത്സരിക്കാത്ത ആൾ മുഖ്യമന്ത്രി ആവുക എന്നുള്ളത് നേരത്തെയും പരിപാടിയുണ്ട്. കോൺഗ്രസിന് മാത്രമല്ല, CPM-നുണ്ട്. നേരത്തെ EK നായനാർ മത്സരിക്കാതെ മാറി നിൽക്കുകയും പിന്നീട് അദ്ദേഹം മത്സരിക്കാതെ തന്നെ മുഖ്യമന്ത്രിയൊക്കെ ആയ ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ആ സമയത്ത് ഇങ്ങനെ അവതാരങ്ങളൊന്നും പാടി പുലർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല. CPM-ൽ അങ്ങനെ ഒരു പതിവുമില്ല. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെ ഒരു പുതിയ ഒരു കലാപരിപാടി കൂടി ഈ വർഷത്തോടുകൂടി ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ ഈ ടേമോടുകൂടി ആരംഭിക്കുകയാണ്. അത് കോൺഗ്രസിനെ എത്രത്തോളം ആളുകളെ മുന്നിൽ അവകാശമാക്കി മാറ്റുമെന്നതിന് ആർക്കും സംശയമില്ല. ഇപ്പം തന്നെ ഏതാണ്ട് കോൺഗ്രസിൻ്റെ ഈ മുഖ്യമന്ത്രി സംബന്ധമായ തർക്കങ്ങൾ വലിയ രീതിയിൽ തന്നെ നാട്ടുകാർക്കിടയിൽ വലിയ അപവാദിപ്പുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു സംശയമില്ല. ഇവർ ഈ സാധാരണ പ്രവർത്തകരെടുത്ത് മിണ്ടരുത്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ട്, ഇതിൽ സാധാരണ പ്രവർത്തകരല്ല ആരും മിണ്ടുന്നത്. കാരണം ഇതില് പറയുമെങ്കിലും നേതാക്കന്മാരാണ് സത്യത്തിൽ, നേതാക്കന്മാരാണ് എല്ലാ കാലത്തും. ഈ അണികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാകെ ഒറ്റ ആവശ്യമേ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ അവർ പ്രതിപക്ഷത്താണ്. യൂത്ത് കോൺഗ്രസ്സുകാരെ നമുക്കറിയാം, നിരവധി തല്ല് മേടിച്ചതിൻ്റെ ഒരു ചരിത്രമൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്. അതിൻ്റെയൊക്കെ വേദന ഇപ്പോഴും പലരുടെയും തലയിലും മുതുകത്തൊക്കെ ഉണ്ട്. അതുകൊണ്ട് അവർക്ക് എങ്ങനെയെങ്കിലും ഈ പാർട്ടി അധികാരത്തിൽ വരണമെന്നും
അടികൊടുത്തവനൊക്കെ രണ്ട് തിരിച്ചു കൊടുക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് അവർക്കുള്ളത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതല്ല. ഇപ്പം കണ്ണൂരിലെ സിംഹം എന്നറിയപ്പെടുന്ന കെ സുധാകരൻ ഒരു ഭാഗത്ത് വലിയ രീതിയിൽ കോൺഗ്രസിന് ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് ശേഷവും അദ്ദേഹം ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അയാൾ പരസ്യ പ്രസ്താവന അരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം കാണിക്കേണ്ട ചില മര്യാദകൾ, രാഷ്ട്രീയ മര്യാദകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കണ്ണൂരിൽ മത്സരിക്കാൻ കഴിയാതെ വന്നതോടുകൂടി UDF അങ്ങാണ്ട് അധികാരത്തിൽ വന്നാൽ തനിക്ക് മന്ത്രിയാവാൻ പറ്റാത്തൊരു സാഹചര്യത്തെ ഓർത്ത് അദ്ദേഹം വീണ്ടും വീണ്ടും വികാര വിക്ഷോഭിതനാവുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നമ്മളിൽ കാണേണ്ടത്. പക്ഷേ മത്സരിക്കാത്ത മാറി നിൽക്കുകയും അല്ലെങ്കിൽ MPമാരും മത്സരിക്കേണ്ട എന്ന് പ്രഖ്യാപിക്കുകയും അതിനുശേഷം MP ആയിരിക്കുന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, അദ്ദേഹം ഇപ്പം ആലപ്പുഴയിൽ MP ആണ് എന്നുള്ളത് മറന്ന് മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള വലിയ പുറപ്പാടിലാണ്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ആളുകളെ വോട്ട് ചെയ്ത ആളുകളോടുള്ള കൊഞ്ഞനം കുത്തലാണോ, അല്ലെങ്കിൽ സാധാ കോൺഗ്രസ് പ്രവർത്തകരോട് അല്ലെങ്കിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരോടൊക്കെയുള്ള വെല്ലുവിളിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷെ അവർക്കതൊന്നും വിഷയമല്ല. ഏത് വിധേനയും അധികാരത്തിലെത്തുക എന്നല്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ VD സതീശൻ്റെ ഒരു അഭിമുഖം കണ്ടു. എനിക്ക് അധികാരത്തോട് യാതൊരു തരത്തിലുള്ള ദുരാഗ്രഹമില്ലെന്നും ഏതെങ്കിലും തരത്തിൽ അധികാരം നേടി എന്തെങ്കിലും വ്യക്തിപരമായി നേടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും പോരാട്ടങ്ങൾ നടത്തുന്നതെന്നും ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഉള്ള പോരാട്ടമാണെന്നും ഈ കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ നടക്കുന്ന ഈ പിണറായി സർക്കാരിൻ്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഞാൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം വളരെ കൃത്യമായി ഒരു പ്രസ്താവന നടത്തണം. എനിക്ക് മുഖ്യമന്ത്രി ആവാൻ താല്പര്യമില്ലെന്നും ഞാനൊരു സാധാ MLA ആയി തുടരും എന്നൊക്കെ പ്രഖ്യാപിക്കണം. പക്ഷേ അതിനൊന്നും അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ കാണേണ്ടതുള്ളൂ. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ അല്ലെങ്കിൽ MPമാർ ആരും മത്സരിക്കേണ്ടത് തീരുമാനിക്കുകയോ ഒക്കെ ചെയ്ത ഇന്ത്യയിലുള്ള മൊത്തം സംഘടനാ സംവിധാനങ്ങളൊക്കെ ശക്തിപ്പെടുത്താൻ ബാധ്യസ്ഥനായ KC വേണുഗോപാൽ, അദ്ദേഹവും ഇതുവരെ ഞാൻ മുഖ്യമന്ത്രി ആവാൻ ഒരിക്കലും പ്ലാൻ ചെയ്യുന്നില്ലെന്നും അങ്ങനെ ഒരു പതിവില്ലെന്നും ഇവിടെ ഞാൻ മത്സരിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്നുള്ളത് പിന്നെ തെരഞ്ഞെടുപ്പിനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഞങ്ങൾ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കുന്നു. ഇപ്പോൾ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും ആവശ്യമില്ലെന്നും KC വേണുഗോപാൽ ഇതുവരെ പറഞ്ഞിട്ടില്ല കൂടി കാണണം. പകരം ഓരോ ആളുകളും അവരുടെ ആധിപത്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഡോക്യുമെൻ്ററി ഉണ്ടാകുന്നു, പാട്ടുണ്ടാകുന്നതും അതുപോലെ തന്നെ പുസ്തകങ്ങൾ രചിക്കപ്പെടുന്നതും ഒക്കെ അതുകൊണ്ടാണ്. അപ്പം ഈ 3 നേതാക്കന്മാരും പരസ്പരം കടിച്ചു കീറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് 4-ാം തീയതിക്ക് ശേഷം ഈ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ ഉണ്ടാവുക എന്നുള്ളൊരു തോന്നൽ ഇപ്പോൾ തന്നെ ആളുകൾക്കിടയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഈ ഭരണം എന്താവും, അല്ലെങ്കിൽ UDFന് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ അടിപിടി ഭരണമായിരിക്കുമോ എന്നുള്ളൊരു തോന്നലുണ്ട്. ഇപ്പം കർണാടകത്തിലൊക്കെ കഴിഞ്ഞ കുറേ കാലമായി നമ്മൾ കാണുന്നത് മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള പോരാട്ടമാണ്. DK ശിവകുമാറിന് മുഖ്യമന്ത്രി ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആഴ്ചയിൽ ഒരു 1-2 നേതാക്കന്മാർ ഡൽഹിയിൽ പോകുന്നൊരു ചിത്രം ഇപ്പോഴും ഉണ്ട്. അത് പതിവ് തെറ്റിക്കാതെ എല്ലാ ആഴ്ചയിലും 1-2 നേതാക്കന്മാർ ഡൽഹിയിൽ പോവുകയും AICC നേതൃത്വത്തെ കാണുകയും നേതൃമാറ്റം ഉടൻ ഉണ്ടാവണം, കർണാടകത്തിൽ DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കണം എന്നും പിന്നെ ഒരു വിഭാഗം പോകുന്നത് DK ശിവകുമാറിനെ മുഖ്യമന്ത്രി ആക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതേ നില കേരളത്തിലും വരുമോ എന്നുള്ള ആശങ്ക ഇവിടെയുള്ള സാധാരണ UDF പ്രവർത്തകർക്കുണ്ട്. അതുപോലെ തന്നെ വലിയ ആശങ്ക ഈ UDFലെ 2ാം കക്ഷിയായ ലീഗിനുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിലിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെന്നിത്തലയാണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും നിരന്തരമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത് അതൊക്കെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമാണ്, ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല, ഒരു താല്പര്യമില്ലാന്ന്. പക്ഷെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവരുടെ ഒരു അറിവോ പിന്തുണയോ ഇല്ലാതെ ഇതൊരിക്കലും പ്രാവർത്തികമാവില്ലെന്ന് അല്ല. ഇതിപ്പോൾ നമ്മൾ കാണേണ്ടത് ഈ എറണാകുളത്തു നിന്നുള്ള ഒരു നേതാവ് മുഖ്യമന്ത്രിയായി വരണം എന്ന് പറയുന്നത് മുഹമ്മദ് ഷിയാസാണ്. മുഹമ്മദ് ഷിയാസിന് നമുക്കറിയാം ആരാണെന്നുള്ളത്. അദ്ദേഹം ഈ VD സതീശൻ്റെ ഏറ്റവും അടുത്ത അനുയായിയും അല്ലെങ്കിൽ ഭക്തനായിരിക്കുന്ന ഒരു DCC അധ്യക്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇവരുടെയൊക്കെ അറിവോടുകൂടി തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇന്നലെ VM സുധീരനും പറഞ്ഞിട്ടുണ്ട് VD സതീശനാണ് ഏറ്റവും കൂടുതൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കോൺഗ്രസിന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം മെനക്കെട്ടതെന്നും അതുകൊണ്ട് VD സതീശൻ എന്തുകൊണ്ടും മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം VM സുധീരൻ നടത്തുകയുണ്ടായി. അപ്പോൾ നമ്മൾ കാണേണ്ടത് എല്ലാ നേതാക്കന്മാരും ഈ 3 നേതാക്കന്മാരുടെയും പിറകിൽ അണിനിരന്ന് കൊണ്ടിരിക്കുകയാണ്. പല നേതാക്കന്മാരും പല ഗ്രൂപ്പുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. MLA ആവാൻ സാധ്യതയുള്ള ആളുകളുമായിട്ട് നിരന്തരമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും MLA മാരുടെ MPമാരുടെയൊക്കെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമേ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുകയുള്ളൂ. അതുകൊണ്ട് തങ്ങൾക്ക് താല്പര്യമുള്ള നേതാക്കന്മാരെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് 3 ഗ്രൂപ്പുകളും ഇവിടെ അഹോരാത്രം മെനക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. വോട്ട് ചെയ്തവർ മാത്രമാണ് മണ്ടന്മാരായി മാറിയെന്ന് നമ്മൾ കാണേണ്ടത്.